അപ്പോൾ ഇനി മഹീനെ എന്നാണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നത്? എന്നിട്ട് ഞാനിങ്ങനെ റാഫിക്കോട് പറയാം കൊള്ളാം ഗുഡ് ബോയ് എന്നൊക്കെ പറയും. സൂപ്പർ. നമ്മൾ പുറമേന്ന് കാണുന്ന നമുക്ക് അടിപൊളിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അഭിനയിക്കുന്നവർക്ക് നിനക്ക് ഇത്ര ഇതാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടെയെന്ന് ചോദിച്ചു. നമുക്കൊരു വീഡിയോ കോൾ ചെയ്ത് കാണാം എന്നൊക്കെ പറഞ്ഞു. നേരിട്ട് കണ്ടപ്പോഴത്തേക്കൊക്കെ മാസ്ക് ഒക്കെ ഇട്ടാ വരുന്നേ. ഇവനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇവൻ മറ്റേ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. എൻ്റെ പേര് അനന്തു റജിലാൽ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി പോഡ്കാസ്റ്റുമായിട്ടാണ്. സത്യം എനിക്ക് ചിരി വരുന്നിട്ട് പറയുമ്പോൾ നിന്നെ നോക്കുമ്പോൾ ഞാനിങ്ങനെ പോഡ്കാസ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പണിയില്ല നമുക്ക് ഒരാൾ പോഡ്കാസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. വേറെ ആരുമല്ല, എന്തായിരുന്നു, മഹീന റാഫി. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ത്രീ ജനങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയാവുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വെൽക്കം ടു പോഡ്കാസ്റ്റ്. താങ്ക് യു. ഓക്കെ, പിന്നെ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ മഹീന ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഞാൻ അവകാശപ്പെട്ടിട്ടൊന്നുമില്ല. ഇല്ല, ഓക്കെ. എന്നാലും എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്? യൂട്യൂബിലേക്ക് എന്താ വെറുതെ ടിക്ടോക്ക് ചെയ്തോണ്ടിരുന്നപ്പോ എല്ലാരും യൂട്യൂബ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടിക്ടോക്കില് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടിക്ടോക്ക് നിർത്തി, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്. മഹീന കണ്ടിട്ടാണോ ടിക്ടോക്ക് നിർത്തിയത്? അല്ല എന്നിട്ട് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിൽ എന്താ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ടൈമിൽ റീച്ച് കയറി. ടിക്ടോക്ക് നിർത്തുമ്പോൾ എല്ലാവരും ആ ടൈമിൽ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുമോ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെയല്ലേ. അപ്പം ഞാനും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും സ്റ്റാർട്ട് ചെയ്തു. ടിക്ടോക്ക് ഉള്ളപ്പോൾ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കയറി വന്നതാണ്. ഫസ്റ്റ് വീഡിയോ ഏതാണ് വൈറലാവുന്നത്? വൈറലാവുന്നത് ഞാൻ റാഫിഖാൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. റാഫിഖാൻ്റെ എൻ്റെയും ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ എന്തോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റാഫിഖ് നമ്മുടെ പ്രേക്ഷകർക്ക് ആരും മനസ്സിലായി കാണില്ലായിരിക്കും. അതെ, ചക്കപ്പഴത്തിലെ നമ്മുടെ റാഫി. അതെ. അപ്പോൾ ഞാൻ ഇട്ടു ആ വീഡിയോ. ഞാൻ വെറുതെ ഇട്ടതാണ്, കട്ട് ചെയ്തിട്ട്. എൻ്റെ കയ്യിൽ അധികം ക്ലിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോണിലെടുത്ത ക്ലിപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അതെടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെറുതെ ഞാൻ ഇട്ടതാണ്. പക്ഷെ അത് നന്നായിട്ട് റീച്ച് ആയി. അക്കൗണ്ട് വേഗം തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അതിനെക്കുറിച്ച് എനിക്ക് പൈസ കിട്ടുന്ന കാര്യമേ എനിക്കറിയില്ല. യൂട്യൂബിൽ പൈസ കിട്ടും, മോണിറ്റൈസേഷൻ ആവും, അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മിക്കുള്ളവർക്കും പണ്ടുള്ളവർക്കൊന്നും അങ്ങനെ അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാൻ പൈസ കിട്ടുന്നത്. പണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മിക്കുള്ളവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പൈസ കിട്ടുന്നത് അറിയാണ്ട് വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഞാനും അങ്ങനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ അതിൽ നിന്ന് മോണിറ്റൈസേഷൻ ഓൺ ആക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓണാക്കി ഓരോരോ എന്താ സ്റ്റെപ്പൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ ഫസ്റ്റ് സാലറി അതിൽ നിന്ന് എനിക്ക് കിട്ടി. യൂട്യൂബിൻ്റെ ഫസ്റ്റ് വരുമാനം കൊണ്ട് എന്താണ് ചെയ്തത്? ഞാൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഞാൻ വീട്ടിൽ എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അല്ലാണ്ട് എനിക്ക് എന്തൊക്കെയോ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചു. പിന്നെ എനിക്കൊന്നും ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് എന്തൊക്കെയോ ഓൺലൈനിൽ നിന്ന് മേടിച്ചു. അതിൽ നിന്ന് മേടിച്ചു. അങ്ങനെ മേക്കപ്പ് എനിക്കറിയാം. ഈ ഇപ്പം മഹിളയോടൊപ്പം പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ ലൈറ്റുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കണ്ട, നാച്ചുറലാ. ഓ പിന്നെ വിശ്വസിച്ച്. ഓക്കെ, പിന്നെ വേറെന്താ പറയാനുള്ളത്? ഇപ്പം എന്താണ് കറൻറ്റ്ലി ഇപ്പോൾ വർക്കിംഗ് ആണോ? ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ്. ഇപ്പം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു 5-6 മാസമായി ഞാൻ ദുബായിൽ പോയിട്ട്. ഇപ്പോൾ കമ്പനിയുടെ ആവശ്യത്തിന് തന്നെ ഞാൻ നാട്ടിൽ വന്നു. അപ്പം ഈ കമ്പനി എപ്പോൾ വിളിക്കുന്നു അപ്പോൾ തിരിച്ചു പോകണം. ദുബായ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? നമ്മള് അവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ദുബായിൽ ഉള്ള കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ദുബായ് വീഡിയോസ് വ്ളോഗായിട്ട് ഞാൻ വലുതായിട്ട് ഇട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ അല്ലാത്ത ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോയിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് ടൈം കിട്ടാറുണ്ടായിരുന്നില്ല അവിടെ നിൽക്കുമ്പോൾ. നമുക്കിപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ലീവ് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും കിടന്നുറങ്ങും. എങ്ങനെ ഡെയിലി വീഡിയോസ്
എടുക്കാറുണ്ടോ? ഞാൻ കൂടുതൽ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വീഡിയോസ് എടുക്കുക. ഞാൻ യൂട്യൂബിനെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതൽ നോക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അതിൽ നോക്കി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ടിക്ടോക്ക് ഉണ്ട്. അപ്പോൾ ടിക്ടോക്കിൽ വീഡിയോസ് ഇടും. കാരണം ഇവിടെ ബാൻ ആയെങ്കിലും അവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ടിക്ടോക്ക് ഞാൻ എടുത്ത് അവിടെ വീഡിയോസ് ഒക്കെ ചെയ്യും. കാരണം അവിടെ UAE-യിലുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലേ, മീൻസ് വേറെ ഉള്ളവർക്കും കിട്ടും, നമ്മുടെ ഇവിടെ കിട്ടില്ല എന്നേ ഉള്ളൂ. വീഡിയോസ് ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നും, ആൾക്കാർ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇടുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു എനിക്കും ചെയ്യണമെന്ന് തോന്നും. മടി കാരണമാണ്. കാരണം വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. എല്ലാവരും വിചാരിക്കുന്ന യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതും ഇടുന്നതും ഒക്കെ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഒരു സിമ്പിളും ഇല്ല. പൈസ ഇങ്ങനെ എത്രയും വരുന്നുണ്ട്. വലിയ അതെല്ലാവരുടെ വിചാരമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു വീഡിയോ എടുക്കുക, നമ്മളിപ്പോ ഈ ഒരു സെറ്റപ്പ് ആക്കാൻ തന്നെ നമ്മളിപ്പോ ഉച്ചയ്ക്ക് ഇപ്പോൾ 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഞാനൊരു 12 മണി, ഞാൻ 11 മണി തൊട്ട് ഈ സ്റ്റുഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ഔട്ടാക്കി എടുക്കുന്നത്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്ത് ആൾക്കാർ എന്നോട് എൻ്റെ അല്ലെങ്കിൽ ഫാമിലീസോ അല്ലെങ്കിൽ എന്നെ ഈ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവരോ വിചാരിക്കുന്നത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നതാണ്. അവരെന്നോട് ചോദിക്കും എത്ര ലക്ഷമാണ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിക്കും കുറേ വീഡിയോ ഇടുമ്പോൾ കുറേ വ്യൂസ് കയറുമ്പോൾ ചില മാസങ്ങളിൽ ലക്ഷങ്ങൾ കുറയാറുണ്ട്. അതെ, ലക്ഷങ്ങൾ കുറയാറുണ്ട്, കൂടാറുണ്ട്. അത് ഡിപ്പെൻസ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ. നമുക്കിപ്പോൾ വീഡിയോസ് ഇടുന്നതനുസരിച്ചിട്ട് വ്യൂസ് അനുസരിച്ച് എല്ലാം അനുസരിച്ചിട്ടാണല്ലോ. ആൾക്കാർ വിചാരിക്കുന്ന ഓരോ വീഡിയോയ്ക്ക് ഇത്ര രൂപ വെച്ച് നമുക്ക് ഇങ്ങനെ യൂട്യൂബ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര നന്നായിരുന്നു. ഓക്കെ. പിന്നെ പറയാനുള്ളൊരു കാര്യം, പിന്നെ ചോദിക്കുന്ന കാര്യം, എത്ര നാൾ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ യൂട്യൂബിൽ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിന് മുന്നേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഒരു ഞങ്ങളൊക്കെ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആവാറായി. അപ്പം എത്ര നമുക്ക് അപ്ഡേറ്റുകൾ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സോ ആവശ്യപ്പെടുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടോ? കമന്റ് വഴിയൊക്കെ അവര് ഞാനിപ്പോൾ മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ മാത്രമല്ല, ഇപ്പം ഒന്നുകിൽ വ്ളോഗ് മാത്രമല്ല അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗ് മാത്രമല്ല, അങ്ങനെയല്ല, ഞാൻ എല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചില ടൈമിൽ ഇങ്ങനെ പറയും ഇങ്ങനെ ചെയ്യണം. കൂടുതൽ ആൾക്കാർ പറയുന്നത് റാഫിക്കാൻ്റെ കൂടെയുള്ള വീഡിയോസ് ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം എന്നൊക്കെയാണ്. റാഫിക്കായി എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യും, അല്ലാത്തപ്പോൾ ഞാൻ തന്നെ മറന്നു പോകും. നമ്മൾ ആ ഒരു ടൈമിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനുള്ള മൈൻഡ്. ചില ഞാൻ യൂട്യൂബേഴ്സ് കണ്ടിട്ടുണ്ട് വീഡിയോസ് എല്ലാം വീഡിയോ എടുക്കണത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മറന്നു പോകും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മടിയായിരിക്കും, അയ്യോ എടുക്കണമല്ലോ. അപ്പോൾ ആ ടൈം അങ്ങ് പോകും. ഞാൻ അങ്ങനെ എല്ലാം എടുക്കാറില്ല, കുറച്ചൊക്കെ എടുക്കാറുള്ളൂ വ്ളോഗ്സ്. പിന്നെ മിക്സ് ആയിട്ട് ഫാമിലി വ്ളോഗ്, ഡേ മൈ ലൈഫ് എല്ലാം എടുക്കും. ഫാമിലി വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ? ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മായും വാപ്പാക്കും കുഴപ്പമില്ല. ഉമ്മാക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വരുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഞാൻ അറിയാണ്ട് ഉമ്മ ഇങ്ങനെ കാണിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. പിന്നെ റാഫിക്കിൻ്റെ ഉമ്മയാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല, വാപ്പാക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും വീഡിയോയിലൊക്കെ വരാറുണ്ട്. പിന്നെ വീഡിയോയിലെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ വരും, അല്ലാണ്ട് അവർ ഒരു എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല വരുന്നില്ല എന്നുള്ളതൊന്നും. അങ്ങനെ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടോ? ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോവുകയാണെങ്കിൽ അപ്പം ഞാൻ വീഡിയോ എടുക്കും, അങ്ങനെ എടുത്തിടും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാവൽ വീഡിയോസ് കുറേ ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരും ചോദിക്കും ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് വീഡിയോ എടുത്തുകൂടാന്നുള്ളത്. പക്ഷേ അത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും അത് ഒരു 2 ടൈപ്പാണ്. നമ്മൾ ഈ ക്യാമറയും ഫോണൊന്നുമില്ല, നമ്മൾ ഒരു വീഡിയോ പർപ്പസ് അല്ലാതെ പോകുന്നതും നമ്മളല്ലാണ്ട് അത് എക്സ്പീരിയൻസ് രണ്ടാണ്. അപ്പം നമ്മുടെ ഒരു ടീം ഉണ്ടെങ്കിലും അവർ എൻജോയ് ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഇത് കവർ ചെയ്യണം, ഇത് പറ്റി സംസാരിക്കണം. പിന്നെ നമുക്ക് ആ ഒരു സ്ഥലം ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റാതെ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ പോകുമ്പോഴും ട്രാവൽ വ്ളോഗ് എടുക്കുമ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് എല്ലാ വീഡിയോയിലും കാണിക്കാൻ പറ്റില്ല. നമ്മളിപ്പം ഈ സ്ഥലം കൊള്ളാമെങ്കിൽ ഓക്കെ നമുക്ക് വീഡിയോ എടുക്കാം, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഫോണും റെക്കോർഡ് ഓണാക്കി വെച്ച് ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അതൊന്നും യൂട്യൂബിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എവിടെയെങ്കിലും പോകാൻ നേരത്തെ എടുക്കുകയാണെങ്കിലും ഓക്കെ ഞാൻ കുറച്ച് സംസാരിക്കും, എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലും നമുക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇതിപ്പോൾ നമ്മൾ എടുത്താലും ഞാൻ ഇപ്പോഴും എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. പണ്ടത്തെ എൻ്റെ വീഡിയോസ് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരുമാതിരി ക്രിഞ്ച് അടിക്കും ചില വീഡിയോസ്. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാനൊന്നും. ബട്ട് എന്നാലും അന്നത്തെ ആ വീഡിയോസ് അങ്ങനെ ചെയ്യും, ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. കുറേ ആൾക്കാർ പറയൂ അതൊക്കെ ഡിലീറ്റ് എന്തിനാ കൊള്ളൂല. പക്ഷേ എനിക്ക് ഇപ്പോഴും അത് കാണുമ്പോൾ ഓക്കെ ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ,
ചെയ്യുന്നത്. നമ്മൾ ഈ കുഞ്ഞിലെ ഫോട്ടോസ് കാണുന്ന പോലെ അതേപോലെ കുഞ്ഞിലെ നമ്മൾ പക്ഷെ നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വീഡിയോസ് എല്ലാം അവിടെ ഇങ്ങനെ കിടക്കും. അത് ഒരിക്കലും മിസ്സാവില്ല. നമ്മൾ ചാനൽ അടിച്ചു വരുന്നാൽ മതി, നമുക്ക് എപ്പോഴും കയറി നോക്കാം. വേറൊരാൾക്ക് നമുക്ക് ഒരു ആ വീഡിയോസ്, നമുക്ക് പണ്ടത്തെ വീഡിയോസ് ഞാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കും യൂട്യൂബ് അങ്ങനെ തുടങ്ങണം, അതിന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നുമല്ല. എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അന്ന് ഏറ്റവും വലിയ എനിക്കാണെങ്കിൽ എല്ലാത്തിനും പെർഫെക്ഷൻ വേണമെന്നാണ്. അപ്പം വലിയൊരു ഫോണൊക്കെ, വലിയ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കിട്ടാവുന്നല്ലോ വെച്ച് നല്ലൊരു ഫോൺ വാങ്ങി ഒരു ഗിംബൽ എടുത്തു. അതിൻ്റെ അടുത്ത് കണ്ട എൻ്റെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, കണ്ട കാടും മലയും എല്ലാം കയറി കിടന്ന് അവിടെയൊക്കെ ടെൻറ്റും അടിച്ച് ഇന്ന് കിടന്ന് ആൾക്കാർ വീഡിയോ ഷെയർ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് അന്ന് നല്ല ടൈം എടുക്കും വീഡിയോ എടുക്കാനും എഡിറ്റ് ഒക്കെ ഇടാനൊക്കെ. ഇട്ട് വരുമ്പോഴത്തേക്കും കിട്ടുന്ന വ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞെട്ടുന്നതാണ് 10, 5, 4, 2. അപ്പം ഞാനിങ്ങനെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, എടാ ഒന്ന് വീഡിയോ കാണണേ. അപ്പൊ ഈ ഇതിപ്പോ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറാമാൻ സൈഡിൽ ഇപ്പോഴും അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊന്നും കാണൂല, അവർക്ക് ശരി ഇതൊക്കെ പറഞ്ഞിട്ട് അവന്മാര് ആരും കാണൂല. നമ്മൾ പിന്നെ നമുക്ക് എത്ര പേർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, നമ്മുടെ കോണ്ടാക്ട് ഉള്ളവർക്ക് അങ്ങനെ. പിന്നെ ഞാൻ അതങ്ങ് നിർത്തിയ പരിപാടി. എന്നിട്ട് പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ വേറെ അങ്ങനെ അയച്ചു കൊടുക്കില്ല, ഞാൻ തന്നെ വീഡിയോ പോയി ഇടും. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെല്ലാവരും അങ്ങനെയാണല്ലോ, വീഡിയോ നമ്മളിങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യില്ല, നമ്മൾ വല്ല സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇടും. മഹീനെ വീഡിയോ എനിക്ക് അയച്ചത് ഞാൻ കാണൂല. ശരി മഹീനെ ഞാൻ കാണണമെങ്കിൽ തമ്പകടി ഇങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പൊ ആരും അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നില്ല. ഇപ്പം എല്ലാവരും അങ്ങനെ ഇടാറില്ല, സ്റ്റാറ്റസ് വെക്കും. ഇപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് പ്ലീസ് അങ്ങനെയൊന്നും ഇടില്ല. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഗ്രൂപ്പിലിടും പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് വാച്ച്, കമന്റ് എന്നൊക്കെ പറഞ്ഞിടും. ഇപ്പൊ അങ്ങനെ ആരും ഇടുന്നില്ല. ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാൻ സ്റ്റാറ്റസ് ഇടും, പിന്നെ സ്റ്റോറി ഇടും, ഇത്ര ഇടുള്ളൂ. അത് പിന്നെ ഞാൻ ഇട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കൂല. ഞാനൊരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോക്കും. പെട്ടെന്ന് സൂപ്പറാത്തി ആരടിക്കുമ്പോഴത്തേക്കും മഹീനയുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം എല്ലാം അടിച്ചു വന്ന് വെച്ചു, എന്ത് ചെയ്യും? ഞാൻ വല്ല ഹാക്കർ ഉണ്ടെങ്കിൽ ഹാക്കറെ കോണ്ടാക്ട് ചെയ്യാൻ. ഹാക്കറല്ലേ ഇത് അടിച്ചോണ്ട് പോണത്? അല്ല, എടുത്തു തരുന്ന ഹാക്കേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോ എന്തെങ്കിലും സൈബർ സെല്ലിലോ എന്തെങ്കിലും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ടെൻഷൻ ആയിരിക്കും. ഞാൻ ടെൻഷൻ അപേക്ഷ കൊടുക്കും. ഞാൻ അപേക്ഷയൊന്നുമല്ല, ഞാനിങ്ങനെ പറയും എനിക്ക് 1-2 പേരെ അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യും, ഇതെന്തെങ്കിലും പോയാലുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ ഇരുന്ന് ഞാൻ നന്നായിട്ട് ആദ്യം ഇരുന്ന് കുറച്ച് കരയും. കരഞ്ഞിട്ട് പിന്നെ കേസൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എത്രയോ ആൾക്കാർ എന്തെല്ലാം കേസ് കൊടുക്കണം, അതൊക്കെ എവിടെ കിടക്കുന്ന വലിയ കേസുകൾ പോലും ആൾക്കാർ എടുക്കുന്നില്ല. എന്റെ അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞു. നമുക്കേ അറിയുള്ളൂ നമ്മുടെ അക്കൗണ്ട് എത്രത്തോളം വലുതാന്നുള്ളത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അതിപ്പം ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും വലിയ അങ്ങനെയൊന്നുമില്ല. എല്ലാ യൂട്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ആണ്. അതെ അതെ. ഇപ്പൊ യൂട്യൂബിൽ തന്നെ എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ നല്ലപോലെ വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. ഡെയിലി വീഡിയോ ഇടും. എല്ലാ ദിവസവും ഒരു 3 മണി അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് റീച്ച് ഒക്കെ 73, 80, ഒരു 100 വ്യൂസിന് അകത്തൊക്കെ ആയിരിക്കും. ഞാൻ ആലോചിക്കും, എനിക്ക് കുറച്ച് ആൾക്ക് ഇങ്ങനെ അയച്ചു ബ്രോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കാണണം. അപ്പം ഞാൻ ചുമ്മാ റാൻഡംലി ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറല്ല, എൻ്റെ വേറൊരു സെക്കൻഡറി നമ്പർ ഞാൻ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിങ്ങനെ എനിക്ക് മെസ്സേജ് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പം ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ടൊക്കെ സമയത്ത് ചുമ്മാ കയറി ഇങ്ങനെ ചെക്ക് ചെയ്യും. കുറേ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ ലിങ്കുകൾ അയച്ചു തരും. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും നോക്കും ഇങ്ങനെ 500, 600, 1000, 2000 വീഡിയോ ഒരു അക്കൗണ്ടിൽ കാണും, പക്ഷേ റീച്ച് കുറവാണ്. ഞാൻ ആലോചിക്കും, അപ്പോൾ ഇവര് ഞാനൊക്കെ എടുക്കുന്നുണ്ടാവും. കാരണം ഡെയിലി വീഡിയോസ് ഇടുക, അവർ ഡെയിലി കണ്ടന്റ് ഇടുക, അവരുടെ കണ്ടന്റും അടിപൊളിയായിരിക്കും ചില ആൾക്കാരുടെ. പക്ഷെ വ്യൂസ് ഇല്ലാന്നുള്ള, പക്ഷെ അവർക്കൊരു വിശ്വാസം ഉണ്ട് എന്തെങ്കിലും എനിക്ക് ആ ഒരു വീഡിയോ ക്ലിക്ക് ആവും എന്നുള്ളത്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർ ഇടുന്നത്. പെട്ടെന്ന് ക്ലിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ കുറേ ആൾക്കാരുടെ യൂട്യൂബേഴ്സ് ആവുന്നുണ്ട്. ഞാൻ വെറുതെ നോക്കുന്നവരുടെ പോലും യൂട്യൂബേഴ്സ് നല്ല ആൾക്കാർ, അത് നല്ല കാര്യം തന്നെയാണ്. എല്ലാവരും യൂട്യൂബിൽ കുറേ കണ്ടന്റ് പുതിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യണം. ഉണ്ട്, പക്ഷെ ആള് യൂട്യൂബ് നോക്കുക അങ്ങനെ ഒന്നുമില്ല. പണ്ട് ഈ ടിക്ടോക്ക് നിന്ന പോലെ, ഈ പറയുന്ന പോലെ ടിക്ടോക്ക് നിന്ന സമയത്ത് ടിക്ടോക്കിലെ വീഡിയോസ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമിലും യൂട്യൂബിൽ നമ്മുടെ ആ ഷോർട്സ് പോലെ എടുത്ത് ഇട്ടു. അല്ലാണ്ട് ഇട്ടപ്പോൾ അത് എല്ലാം 1 മില്യൺ ആണ് പോയിട്ടുള്ളത് എല്ലാ വീഡിയോസും. പക്ഷെ ആളങ്ങനെ നോക്കലോ അങ്ങനെയൊന്നുമില്ല.
അത്ര എനിക്കൊന്ന് 500K ഉണ്ട്, അടുപ്പിച്ചുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ പറയും ഇടയ്ക്ക് ഇങ്ങനെ ഇടണം, എന്തെങ്കിലുമൊക്കെ ഇടണം. അപ്പം ഞാൻ ഒരിക്കൽ ഒരു വെബ് സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഫിലിം എന്ന് പറഞ്ഞിട്ടായപ്പോൾ. അപ്പോൾ ഇനി മഹീന എന്താണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നത്? അതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ റീൽസ് ഒക്കെ എടുത്ത് ഫോട്ടോസ് മൂവീസിൽ അഭിനയിക്കാൻ ഇഷ്ടമല്ലേ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് അതിനുള്ള കഴിവ് വേണ്ട. അതാണ് നല്ലത്. അതെ, അതാണ് എനിക്ക് നല്ലത്. എനിക്കിഷ്ടമല്ല എനിക്ക് അഭിനയത്തോട് എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഉമ്മ പറയും, ഞാൻ പണ്ട് നമ്മുടെ ഈ ആൽബം ഉണ്ടല്ലോ, ഈ ആൽബം സോങ്സ്, അപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമില് അതേപോലത്തേക്ക് ടൈപ്പ് സാധനങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ട്രെൻഡിങ് ആയിരുന്നു. ടിക്ടോക്ക് ഉള്ള ടൈമിൽ എല്ലാവരും പോയി ആൽബത്തിൽ അഭിനയിക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് ആൾക്കാർ ആൽബത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ പ്രോത്സാഹിപ്പിക്കും, ചെയ്യും അങ്ങനെ ഇങ്ങനെ. മീൻസ് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് മെസ്സേജ് അയക്കും, ചെയ്താൽ നല്ല, അതെ ചെയ്താൽ നല്ലതായിരിക്കും, ഒരു ക്യാരക്ടർ തന്നാൽ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ മോളാണ്. അപ്പം എൻ്റെ ഉമ്മക്ക് അങ്ങനെ, ഞാൻ പണ്ട് ടിക്ടോക്ക് ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്നോട് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ, ഫാമിലീസ് ചില ആൾക്കാർ പറയും ടിക്ടോക്ക് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്കൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ആൽബത്തിൻ്റെ ഒരു കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ എനിക്കും ചെയ്യണം എന്നൊരാഗ്രഹം. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഒരു വിധത്തിൽ സമ്മതിക്കില്ല. ഞാൻ കിടന്ന് കരഞ്ഞ് ഭയങ്കര ഇതാക്കി, ഞാൻ ബഹളമൊക്കെ വെച്ച് എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർക്കറിയാം എന്തോ ഇത് അത്ര നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം മീൻസ് അതിൽ കുറേ മോശവും നടക്കുന്നുണ്ട്, നല്ലത് നടക്കുന്നുണ്ട് എന്നാലും. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞത് പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് അതേപോലെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിനയിക്കുന്ന ഒരാളെ തന്നെ എനിക്കൊരു പാർട്ണറായിട്ട് കിട്ടി. അത് കിട്ടിയപ്പോൾ എല്ലാവരും എൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ ഇവള് അഭിനയിക്കാനായിരിക്കും പോവുക, ഇനിയിപ്പോൾ ഞാൻ പോകുന്നെന്ന്. എനിക്ക് എന്നോടിപ്പോൾ താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. അപ്പം റാഫിക്ക് അഭിനയിച്ച് നല്ലൊരു ഇതിലെത്തണം. റാഫിനെ ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ പണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരിട്ട് ഒരുമിച്ച് പോകാറുണ്ട്. ഇപ്പൊ റാഫിഖാന്റെ ഫിലിം ഇറങ്ങിയ ടൈമില് റാഫിക്ക ഫസ്റ്റ് ഷോ അവരുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി കാണുമ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ണർ ഇങ്ങനെ ഇതിൽ വരുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ റാഫിക്ക മതി നിർത്തിക്കുക, കാരണം അവിടെ മൊത്തം ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഇതെന്താ ഏത് വട്ട് വേണമെന്നല്ലേ ചോദിക്കുള്ളൂ. സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്ന് കണ്ടു. എന്നിട്ട് ഞാനിങ്ങനെ റാഫിക്കോട് പറയാം, കൊള്ളാം ഗുഡ് ബോയ് എന്നൊക്കെ പറയും, സൂപ്പർ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിഷ്ടമാണ്. ഇപ്പൊ റാഫിക്ക് ചക്കപ്പഴത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ഞാൻ എല്ലാ എപ്പിസോഡും ഇരുന്ന് കാണും. എല്ലാ എപ്പിസോഡും ഞാൻ ഫുള്ള് ഞാനിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ അഭിപ്രായം പറയും. ഇടിച്ച് ഞാൻ പൊട്ടിക്കാന്ന് കുറെ നേരം കൊണ്ട് എന്നെ നഖം കയറി കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ റാഫിക്കയോട് ഓരോ ഇങ്ങനെ ഷൂട്ട് മീൻസ് ഇങ്ങനെ ഓരോ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ റാഫിക്കയോട് പറയും, ഇതിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് നന്നാക്കണം. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാനൊരു പ്രേക്ഷക എന്നുള്ള രീതി ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്നോട് പറയും, അപ്പൊ അത് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു കൊടുക്കണത്. അതെ, റാഫിക്കൊക്കെ ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കണത് വെച്ചാല് അതപ്പൊ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാലോ. റാഫിക്ക് അപ്പൊ ഇങ്ങനെ ഇമ്പ്രൂവ് ആവുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്നോട് പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് ടൈം അത് നന്നായിട്ട് ശ്രദ്ധിക്കും. ഇങ്ങനെ എല്ലാ എപ്പിസോഡും ഞാൻ ഇരുന്ന് ഫുള്ളിരുന്ന് കാണും. അതിപ്പോ ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാനിരുന്ന് അത് കണ്ട് ഞാൻ മൊത്തം ഇരുന്ന് ഞാൻ കാണും. കണ്ടിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇടയ്ക്ക് പോകും. ലൊക്കേഷനിൽ പോകുന്ന സമയത്തും അടിപൊളിയാ. പക്ഷെ നമ്മൾ പുറമേന്ന് കാണുന്ന നമുക്ക് അടിപൊളിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അഭിനയിക്കുന്നവർക്ക് അവരുടെ ആ ഒരു ക്യാരക്ടർ കുറച്ച് നന്നാക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി സെറ്റാക്കണം, അത് ഓക്കെ ആക്കണം, ആ ഒരു മൈൻഡായിരിക്കും. ടെൻഷൻ എന്നല്ല, അവരുടെ ഉള്ളൊരു മൈൻഡായിരിക്കും. ഇപ്പം ഞാനൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ അടിപൊളിയാ, കൊള്ളാലോ. ഫസ്റ്റ് ഒക്കെ ഞാനിങ്ങനെ ലൊക്കേഷനിൽ സിനിമ കാണുന്ന ഒരിക്കലും അല്ല, അത് എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ ടേക്ക് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഫിലിം ആയിരിക്കും, ചെറിയൊരു സാധനമായിരിക്കും, ചിലപ്പോൾ ഒരു നടക്കുന്ന ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു തിരിയുന്നൊരു സീനായിരിക്കും, എന്തെങ്കിലും അത് ആ ഒരു ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണം. അപ്പം
അത് ടേക്ക് എടുത്തുകൊണ്ട് നമുക്ക് കാണുന്നത് നമുക്ക് തോന്നും ഇത് ഓക്കെ ആയിരിക്കും എന്ന്, പക്ഷെ അവരുടെ മൈൻഡിൽ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊക്കെ ആദ്യമൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ റാഫിക്കോട് ചോദിക്കും നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്, നീ ഒരു കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്ക് എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും അവർ കഷ്ടപ്പെടുന്നത്, ഡയലോഗ് പഠിക്കണതൊക്കെ. എങ്ങനെ റാഫി പരിചയപ്പെടുന്നത്? ഞാനത് ടിക്ടോക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴിയാ പരിചയപ്പെടുന്നത്. എവിടെ ചോദിച്ചാലും ടിക്ടോക്ക്, ആദ്യം തുടങ്ങുന്ന ടിക്ടോക്ക് ആയിരിക്കും. അത് സംഭവം വെച്ചാല് ഇൻസ്റ്റഗ്രാമിലെന്നല്ല, ഞാൻ ഈ ചക്കപ്പഴം ഫസ്റ്റ് ഞാൻ ഉപ്പുമുളകിന്റെ ആളാണ്. 2000 ആളാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല 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 90 അല്ല 90s അല്ല. 20 എന്റെ ഏജ് ഒന്നും ചോദിക്കരുത്, ആൾക്കാരുടെ അടുത്ത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരാ അത് സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, ഏജ് ചോദിക്കരുതെന്നല്ലേ. 90s അല്ല 20s അല്ല, രണ്ടിന്റെ ഇടയ്ക്ക് നമ്പർ ഇല്ല. ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഫുള്ളിരുന്ന് ഉപ്പുമുളകിന്റെ ആളാണ് ഞാൻ. ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നമുക്ക് മാങ്ങയൊക്കെ കട്ടിയല്ലേ ഉപ്പുമുളകില്. പക്ഷേ ആ ഉപ്പുമുളകല്ല, ഫ്ലവേഴ്സിലൊരു ഉപ്പുമുളക് ഉണ്ട്, ചക്കപ്പഴം പോലെ തന്നെ ഒരു പ്രോഗ്രാമാണ് അത്. ഒരിക്കലും സീരിയൽ അല്ല അത്, ഒരു സിറ്റ്കോം ടൈപ്പാണ്, ഒരു കോമഡി ടൈപ്പാണ്. അപ്പം ആ ഒരു സംഭവം ഞാൻ കണ്ട് ഞാൻ എപ്പോഴും കാണുമായിരുന്നു. ആ ടൈമിൽ എനിക്കൊന്ന് കൊറോണയാണെന്ന് തോന്നുന്നു, കൊറോണ തന്നെയാണ്. കൊറോണ ലോക്ക്ഡൗൺ അല്ലേ, നമുക്ക് ഒരു പണിയില്ല, വീട്ടിൽ വൈഫൈ ഒന്നുമില്ല, ഞാൻ നെറ്റ് റീചാർജ് ചെയ്യും, ഒരു ദിവസം കൊണ്ട് തന്നെ ആ GB കഴിയും, അടുത്ത റീചാർജ്, അങ്ങനെയൊന്നും കാണുമായിരുന്നു. കണ്ട് ഉപ്പുമുളക് ആ ടൈമിൽ സ്റ്റോപ്പായ സമയത്ത് ചക്കപ്പഴം സ്റ്റാർട്ടായി. ഞാനങ്ങനെ വെറുതെ ചക്കപ്പഴം കണ്ടതാ. അപ്പം ഞാൻ അതിന് അഡിക്റ്റായി. അപ്പോൾ റാഫിക്കാൻ്റെയും അതിലെ ശ്രുതി ചേച്ചിൻ്റെയും അടി സീൻസൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. അത് കണ്ട് ഞാനിങ്ങനെ അഡിക്ഷനായി മാറി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട്, ഉള്ളിൽ വല്ലാണ്ട് പ്രണയം നിറഞ്ഞു, അല്ല എന്നോട് പറഞ്ഞു, നിനക്ക് ഇത്ര ഇതാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടെയെന്ന് ചോദിച്ചു. അതൊരു കഥ. അപ്പം നിന്നെ കെട്ടിക്കൂടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കെട്ടും എന്നൊക്കെ പറഞ്ഞു ബെറ്റ് വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതോടെ പറയേണ്ട, ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും ചിലപ്പോ കുട്ടിക്ക് ചിലപ്പോ വിഷമമായാലോ, അതെ ചിലപ്പോ കണ്ടാലോ ഇങ്ങനെ. അപ്പം ഞാനൊരു ബെറ്റ് വെച്ചു. ആ ബെറ്റ് ഇച്ചിരി ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടിപ്പോയതായിട്ട് തോന്നും, എന്നാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും ഞാൻ ബെറ്റ് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രപ്പോസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് ബെറ്റിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൾ പറയുന്നത് ഞാൻ കേൾക്കണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവൾ കേൾക്കണം, ആ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബെറ്റ് വെച്ച് ഞാനിങ്ങനെ അറിയില്ലല്ലോ എനിക്ക് ആളെ. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഫുള്ള് സെർച്ച് ചെയ്ത് ഞാൻ ആളുടെ അക്കൗണ്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒന്ന് 200 മേലെ ഇതുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. അത് ഞാൻ ചോദിച്ചോ എനിക്ക് റിപ്ലൈ കിട്ടത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഫോളോയും ചെയ്തിട്ട് ഞാനൊരു ഹായ് മെസ്സേജ് അയച്ച്, റിപ്ലൈ ഒന്നുമില്ല. കാരണം ആ സമയത്ത് ആളിങ്ങനെ ഭയങ്കര പോപ്പുലറായി നിൽക്കുന്ന സമയമാണ്, ചക്കപ്പഴത്തേക്ക് കയറി നല്ല വൈറലായി നിൽക്കുന്ന സമയം. അപ്പോൾ അതിന് മുമ്പേ ചെയ്യുന്നുണ്ട് ആള്, പക്ഷെ എന്നാലും ചക്കപ്പഴത്തിൽ കയറിയപ്പോൾ കുറച്ചും കൂടി ഇതായി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഒന്നും കൂടി ഞാൻ എന്തോ സെൻറ്റൻസ് അയച്ചപ്പോൾ എനിക്ക് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് തന്നു. പിന്നെ ഞാൻ അയക്കാനൊന്നും പോയില്ല, റാഫിക്കാക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്കിത് പറയണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് വാട്സപ്പ് നമ്പർ തന്നു, കുറേ കഴിഞ്ഞിട്ട്. അങ്ങനെ ചാറ്റിംഗ് ഒന്നുമില്ല, വാട്സപ്പ് നമ്പർ തന്നു. ഞാനങ്ങനെ സേവ് ചെയ്ത് വെച്ചു. വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് മാത്രം ഇടും. ഞാനൊരു മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ റാഫിക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഈവനിങ്, മീൻസ് നൈറ്റ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അയക്കുക. ഒരു മെസ്സേജ് ഗുഡ് മോർണിംഗ് അയച്ചു തിരിച്ച് റാഫിക്ക് എനിക്ക് അയക്കുന്നത് ഗുഡ് ഈവനിങ് അല്ല, മീൻസ് അപ്പോഴേ കാണുള്ളൂ. ഞാനൊരു ഗുഡ് മോർണിംഗ് ഇത് പറയാനായിരിക്കും ഞാൻ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഡെയിലി ഞാൻ രാവിലെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം അയച്ചാൽ അടുത്ത ദിവസം അയക്കില്ല, അങ്ങനെ. അപ്പൊ ഗുഡ് മോർണിംഗ് അയക്കുമ്പോഴത്തേക്കും രാത്രി വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഞാൻ അടുത്ത ദിവസം ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു, എനിക്ക് റിപ്ലൈ തരില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡേറ്റ് അടുത്ത് വരിക, ഇവള് പറഞ്ഞൊരു ഡേറ്റ് അടുത്ത് വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ വാട്സപ്പിൽ തന്നെ ഇരിക്കണം, ഒരു സീരിയസ് കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നെ ബ്ലോക്ക് ചെയ്യരുത്, എന്നെ ചീത്ത വിളിക്കരുത്, എന്നെ ദേഷ്യപ്പെടരുത്, പിന്നെ പോസിറ്റീവായിട്ട് റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കണു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ എനിക്ക് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ പ്രപ്പോസ് ചെയ്യണമല്ലോ,
അപ്പോൾ ആ രീതിയിൽ ഞാൻ മെസ്സേജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, ടൈം പാസ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയച്ചപ്പോൾ അന്ന് എനിക്ക് എന്നിട്ട് ഞാൻ ആ മെസ്സേജ് വായിച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിക്കാൻ പോയി. കുളിച്ചിട്ട് പിന്നെ ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അന്ന് ഭയങ്കര ടെൻഷൻ, ആളെന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ ആളിങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്, അപ്പം ആളുടെ മനസ്സിൽ ഞാൻ ഇത് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരിത്. എന്നിട്ട് ആള് എനിക്ക് ഇൻഷാ അല്ലാ ടൈം ആവട്ടെ എന്ന് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, അത് യെസ് ആണെന്നോ നോ ആണെന്നോ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി ഫോൺ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കോൾ ചെയ്തിട്ട് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴത്തേക്ക് ഈ കാര്യം മറന്നുപോയല്ലോ, ബെറ്റായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതെ ഏതാ. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു അതെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അന്ന് പറഞ്ഞു. അത് പറഞ്ഞ് എനിക്കും എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഇങ്ങനെ ചക്കപ്പഴം ഞാൻ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ഒരു ചമ്മല്, ആളെ ഇങ്ങനെ മോൻ കാണുമ്പോൾ എനിക്ക് ചമ്മല്. എന്നിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല, എന്നെ മനസ്സിലാക്കണം, പിന്നെ എന്നെ അറിയില്ല നിനക്ക്, എന്നെ അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം, പെട്ടെന്നൊരു ഇഷ്ടം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കോൾ ചെയ്ത് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് ആ സമയത്ത് മുട്ടയൊക്കെ അടിച്ചിരിക്കുക റാഫിക്ക. ഒരു ചക്കപ്പഴത്തിന് വേണ്ടിയിട്ട് തന്നെ നല്ല മുടി ഉണ്ടായിരുന്നത് മൊത്തം മുട്ടയടിച്ച് ഫുള്ള് കളഞ്ഞ് ആ സമയത്ത് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഈ കോലത്തിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മൾ പറ്റില്ല ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ഒരുങ്ങി എന്താ മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ പോയി ചെയ്ത് തലമുടിയൊക്കെ കെട്ടി പോയി വിളിക്കും. ഇപ്പൊ മേക്കപ്പ് ഇല്ല, ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മേക്കപ്പ് ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ആയിരുന്ന ഉറക്കത്തിൽ നിന്ന് എണീച്ച് കണ്ടാലും പ്രശ്നമില്ല. പക്ഷെ അന്ന് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമ്മൾ അത്രയും ഭംഗിയായിട്ട് കാണണമല്ലോ. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. എനിക്കൊന്നും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് വീഡിയോ കോളൊക്കെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ അല്ലേ ഇരിക്കുള്ളൂ. എന്നിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് അത് കഴിഞ്ഞ് എൻ്റെ തുറന്ന് നേരിട്ട് കാണാമെന്ന്. അപ്പം എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ നേരിട്ട് കാണാം. കാരണം എനിക്ക് വീട്ടുകാരോട് അപ്പോഴേ പോയി പറയാൻ പറ്റില്ല. എനിക്ക് ആളെ അറിയണം. അറിയുന്നതിന് മുമ്പ് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചു, നേരിട്ട് കണ്ടപ്പോഴത്തേക്കൊക്കെ മാസ്ക് ഒക്കെ ഇട്ടാ വരുന്നേ. കാരണം റാഫിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇവിടെ തന്നെ കടക്കിൽ തന്നെ വെച്ച് കണ്ടു, സംസാരിച്ചു. ഓക്കെ ഇനി ഇതായിരിക്കും എൻ്റെ പെണ്ണെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വാക്കൊക്കെ അതെ. അന്ന് എൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഞാൻ പോകുന്നത്, എൻ്റെ 2-3 ഫ്രണ്ട്സായിട്ട് ഞാൻ വീട്ടിൽ തല്ലാൻ പോണ പോലെ എൻ്റെ 2-3 ഫ്രണ്ട്സായിട്ടൊക്കെ ഞാൻ പോയി കാണുന്നത്. ഇവരെല്ലാം ഫ്രണ്ടിൽ പോകും, ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയി. എന്നിട്ട് കണ്ട് പക്ഷെ എനിക്കന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് കണ്ട ഫീലൊന്നും അല്ല. നേരത്തെ പരിചയമുള്ള ഒരാളെ സംസാരിക്കുന്ന പോലെ. ടി വിയിലല്ല, നമുക്കിപ്പോൾ ടി വിയിൽ കണ്ടിട്ട് ഒരാളെ നേരിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഓക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. എന്നാലും ഇങ്ങനെ ഫസ്റ്റിലെ കണ്ടപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു അടി അടിച്ചിട്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചൊരു കോഫി ഷോപ്പ് കോഫി ഷോപ്പ് അല്ല നമ്മുടെ ഞാൻ പറഞ്ഞുതരാം ഏതാ ഞാൻ പറഞ്ഞത് നമ്മുടെ വെഡ്വെയിലില്ലേ, ആ വെഡ്വെയിലിന്റെ ആ വളവിന്റെ അവിടെ ഇപ്പൊ അവിടെ ഒരു ബേക്കറി ഇല്ലേ, പെട്രോൾ പമ്പാണ്. അവിടെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സംസാരിക്കുന്ന സമയത്താ ആ സമയം കണ്ടാ ആൾക്കാരൊക്കെ വന്ന് മാച്ചായി വന്നത് കണ്ട. അപ്പൊ ആ സമയത്ത് റാഫിക്ക് വന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ റാഫിക്ക് ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ റാഫിക്ക് ഒരു ജിമ്മിനുമായിട്ട് വന്നേ. ചെന്നെ ഇപ്പൊ തല്ലാൻ ഞാൻ ഇനി പറഞ്ഞത് കൊണ്ട് റാഫിക്കൊരു ഫ്രണ്ടിനെയാണ് ഞാൻ കയറി കാണുന്നത്. അപ്പൊ റാഫിക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു യെല്ലോ കളർ ഡ്രസ്സ്, ഞങ്ങൾ അന്ന് പറഞ്ഞൊന്നും അല്ല ഇട്ടത്, ഡ്രസ്സ് കളർ ഷെയ്ഡൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സെയിം കളറായി, എന്താണെന്നറിയില്ല. ഞങ്ങൾ സെയിം കളറ് ഡ്രസ്സൊക്കെ ഇട്ട് ഞാനന്ന് എന്തോ ഇത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്നത്, ബാഗൊക്കെ തൂക്കി ഞാനവിടെ വന്നിരിക്കുകയാണ്. പിന്നെ ആൾക്കാരൊക്കെ റാഫിക്ക് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ റാഫിക്കായി നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. ഇനിയിപ്പോൾ എന്നെ ആരെങ്കിലും തിരിച്ചറിയോ എന്ന് വെച്ചാൽ തിരിച്ചറിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പറയുമോ, ഇതായിരുന്നു എൻ്റെ പേടി.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി എൻ്റെ തോറും പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെയും ആ ഒരു സ്നേഹം അതുപോലെ ഉണ്ട്. ഞാൻ പക്ഷെ അതിനുശേഷം ഞാൻ ഇന്നേ വരെ ആ കടയിൽ കയറിയിട്ടില്ല. ഇന്നേ വരെ ഞാൻ ആ കടയിൽ കയറിയിട്ടില്ല. ഞങ്ങൾ ബേക്കറിയായി എപ്പോഴും ഞാൻ അതുവഴി പോകുമ്പോൾ പറയും റാഫിക്കായോട് അവിടെ ഒന്ന് കയറിയിട്ട് പോവാം, നമ്മൾ ഇരുന്ന ആ സെയിം സ്ഥലത്ത് ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് റീക്രിയേഷൻ ചെയ്യാന്ന്. ഒരു 2 മാസം പ്രണയിച്ച് അല്ല 2 മാസം പ്രണയിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് 3 മാസം 3-4 മാസം പ്രേമിക്കാൻ സമയമൊന്നുമില്ല, പെട്ടെന്ന് കെട്ടിച്ചേരണമെന്ന് ഇല്ല. ഞാൻ പോയി പറഞ്ഞു, കാരണം എനിക്കിങ്ങനെ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പേടി, ഇനിയിപ്പോൾ പഠിച്ചോനെ ഞാൻ അറിയാണ്ട് ചെയ്യില്ല, എന്നാലും എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചായിരുന്നു. അതെ, അപ്പോ അത് കെട്ടുകുട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ പറയില്ല, എന്നാലും ഒരു പേടി. അപ്പൊ ഞാൻ പോയിട്ട് വാപ്പായോട് പറഞ്ഞു, വാപ്പായോട് പറയണൊക്കെ കോമഡിയാണ്. ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് വാപ്പച്ചോട്ട് വിളിച്ച്, അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു, അന്നൊരു ഉച്ച സമയമായിരുന്നു. അതെ സത്യം. അപ്പൊ ഞാനിങ്ങനെ വാപ്പച്ചീനെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് റാഫിക്കായ പറഞ്ഞു, നീ വീട്ടിൽ പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ റാഫിക്കാരെ ഉമ്മായി എന്നോട് പറഞ്ഞു. അപ്പൊ ഉമ്മായിക്ക് എന്നോട് സംസാരിക്കും ആ സമയത്ത്, വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ റാഫിക്കാരെ ഉമ്മ എന്നോട് പറഞ്ഞു, മോള് പറയ്, കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയല്ല, അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പറയാനെന്നുള്ളതായിരുന്നു. കാരണം അതിനുമ്പ് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു, തേപ്പൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തേപ്പൊക്കെ കിട്ടിയായിരുന്നു, അത് വീട്ടുകാർക്ക് അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ ആ ഒരു പേടിയല്ല, ആ ഒരു ഇത് അവരെങ്ങനെ ഭയം, അതല്ലേ പേടി. അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ പറയാം. അപ്പൊ റാഫിക്ക് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വിളിച്ച് പറഞ്ഞിട്ട് ബാക്കി നീ എന്നെ വിളിക്കുക. അപ്പൊ റാഫിക്കൊക്കെ അന്ന് ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ടുള്ളത് കൊണ്ട് ആ ടൈമിൽ ഞാൻ വിളിക്കും എന്നുള്ളത് കൊണ്ട് റാഫിക്ക് അത്രയും ടൈം ഫ്രീ ആയി നിന്നു എങ്ങനെയോ. കാരണം ഷൂട്ട് സമയത്താണ്, കൊച്ചിയിലാണ്. റാഫിക്ക പറഞ്ഞു ഓക്കെ ഞാനത് ഫ്രീ ആയിട്ട് നിന്നോളാം, നീ വിളിക്കുക. അപ്പം ഞാൻ അത്രയും നേരം കാത്തിരിക്കുകയാണ് റാഫിക്ക. അപ്പോൾ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞു, വാപ്പച്ചി ഇങ്ങനെ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും വീട്ടിൽ വെച്ചല്ലേ പറയുക. ഞാനിങ്ങനെ വാപ്പച്ചിയോട് പറഞ്ഞു, വാപ്പച്ചി എന്നെ ഒന്ന് വിളിക്കാൻ വരുമോയെന്ന് ചോദിച്ചു. വാപ്പച്ചി സ്കൂട്ടി ഉണ്ട്, വാപ്പച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞു, നമ്മുടെ കടക്കിലെ പാർക്കില്ലേ, പാർക്ക് എത്താറായപ്പോൾ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞു, വാപ്പച്ചി നമുക്കൊന്ന് പാർക്കിൽ പോയാൽ എനിക്കൊരു കാര്യം വാപ്പച്ചിയോട് പറയാനുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതെ, പക്ഷെ ഞാനിങ്ങനെ വാപ്പച്ചിയോട് പറഞ്ഞു നമുക്ക് പാർക്കിൽ ഇത്ര ഞാൻ പറഞ്ഞു, വാപ്പച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് പാർക്കിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വാപ്പച്ചി ആരാ ആള്, എൻ്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ച് ആരാള്. ഞാൻ പറഞ്ഞു വാപ്പച്ചി ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലോ ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ഏറ്റവും കവാലവളൊക്കെ അടിക്കുമെന്നൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ എനിക്കറിയാം വാപ്പച്ചിയോട് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും നെഗറ്റീവല്ല, പോസിറ്റീവേ ഉണ്ടാവുള്ളൂ. അതെൻ്റെ ഫ്രണ്ട്സും പറയും, എനിക്ക് അങ്ങനെ ഒരു വാപ്പായി കിട്ടിയത് ഭയങ്കര, ഉമ്മയും ഭാഗ്യമാണ്, ഉമ്മാൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയില്ലേ, ഗേൾസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പായാണ്, അച്ഛന്മാരെയാണ്, ചെറുക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടം അമ്മയാണ്. അങ്ങനെ അതേപോലെ തന്നെയാണ് എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഞാൻ ആ വാപ്പച്ചിയോടാണ് പറഞ്ഞത്. അപ്പോൾ വാപ്പച്ചി ഉമ്മായോട് പറയും എന്നെനിക്കറിയാം. അങ്ങനെ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞു, വാപ്പച്ചി എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഒരാളെ, പക്ഷേ വാപ്പച്ചി വിചാരിക്കുന്ന പോലെ ഒരാളല്ല. മീൻസ് വാപ്പച്ചിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഫിലിം ഫീൽഡാണ്. എൻ്റെ ഒരു പേടി അത് തന്നെയായിരുന്നു, ഇങ്ങനൊരു ഫീൽഡ് ആയതുകൊണ്ട് സമ്മതിക്കുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞു. അപ്പോൾ വാപ്പച്ചി എൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞത്, അതിനെന്താ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇല്ലേ, അവരുടെ ഭാര്യമാർ നന്നായിട്ടല്ലേ കഴിയുന്നത്, അതിനിപ്പോൾ എന്താ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നീ തിരഞ്ഞെടുത്തത് നല്ലൊരാളായിരിക്കണം, ഞാൻ കൈ പിടിച്ച് ഏൽപ്പിക്കണത് നല്ലൊരാളായിരിക്കണം, അത്രേ ഉള്ളൂ, നിനക്ക് തിരഞ്ഞെടുക്കുക, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു എനിക്ക് അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ റാഫിക്കയെ വിളിച്ചു, റാഫിക്ക ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പച്ചിയിലെ കൊടുക്കുക പറഞ്ഞു. അങ്ങനെ വാപ്പച്ചി സംസാരിച്ച് ചോദിച്ചു, ഇങ്ങനെ മോള് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വെറുതെ അല്ല, എനിക്ക് കെട്ടാൻ തന്നെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് വാപ്പച്ചി അപ്പോഴേ ഞാൻ പോലും മനസ്സിൽ വിചാരിക്കാതെ വാപ്പച്ചി പറഞ്ഞു, അതൊരു ഞായറാഴ്ചയാണല്ലോ, നീ നിൻ്റെ വാപ്പായും ഉമ്മായും പെങ്ങളെയൊക്കെ കൂട്ടി അടുത്ത ഞായറാഴ്ച വീട്ടിലോട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് വാപ്പച്ചി എന്നോട് പറയുന്നില്ലല്ലോ, വാപ്പച്ചി പെട്ടെന്ന് പറഞ്ഞു, വാപ്പച്ചി പെട്ടെന്ന് തീരുമാനം എടുക്കാം. പക്ഷെ പറയുന്ന കാര്യങ്ങളൊന്നും വാപ്പ പറയുന്നതൊന്നും നെഗറ്റീവായി വരാറില്ല, എനിക്ക് പോസിറ്റീവായിട്ടേ വരാറുള്ളൂ. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് വാപ്പാക്ക് ഇഷ്ടപ്പെട്ടു
സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഉമ്മായോട് പറയണം. അപ്പോൾ ആ ടൈമിൽ ഒരു കല്യാണാലോചന വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് ഉമ്മാക്ക് ആ ഒരു കല്യാണാലോചനയോട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വാപ്പച്ചി ഇങ്ങനെ ഒരു ദിവസം അന്ന് തന്നെ തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മായോട് ഇങ്ങനെ പോയി പറയാണ്, ഇങ്ങനൊരു ആലോചന വന്നിട്ടുണ്ട്, നല്ല ആളാണ്, അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ വരും ഇവളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് മറ്റേ ആളെ മതി, അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഞാനപ്പം ഓക്കെ തീരുമാനമായി, എൻ്റെ മനസ്സിലാണ് തീരുമാനമായി. അപ്പോൾ വാപ്പച്ചി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. മറ്റേ ഇപ്പോൾ എല്ലാം കൺവിൻസ് ചെയ്യണ്ടല്ലോ, അത് അന്ന് വാപ്പച്ചി ചെയ്ത് കൺവിൻസ് ചെയ്യാണ് ഇങ്ങനെ അതല്ല. അപ്പോൾ വാപ്പച്ചി ഇതുവരെ ഫോട്ടോ കാണിച്ചു കൊടുത്തില്ലല്ലോ, ഇങ്ങനെ പറയുക മാത്രമേ ചെയ്തോളൂ. അപ്പൊ അതിന് മുമ്പേ തന്നെ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചക്കപ്പഴയില്ലേ ഇരുന്നിരുന്ന് കാണും ടിവിയില്. അതേ സെയിം എൻ്റെ അടുത്ത് ഉമ്മ പറയൂ, എന്തോ ഇതിരുന്ന് കാണുന്ന മാറ്റിയിട്ട് മറ്റേ ഏഷ്യാനെറ്റ് ആ സീരിയല് ഞാൻ വെക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കണ്ടും ഉമ്മായി മരുമോനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു പരിചയമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലേ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞാൻ ഇപ്പൊ വരാതുള്ള പരിചയപ്പെടട്ടെ എന്നുള്ള രീതിയില്ല. അപ്പൊ എന്റെ ഉമ്മ കാണുന്നത് കൊണ്ട് തന്നെ അപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്ക് പറയുമ്പോ എന്താ അടിയല്ലേ, ഭയങ്കര രസമില്ലേ അഭിനയം കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പഠിച്ചു ഇതെങ്ങനെ മാറ്റാൻ പറയാൻ തോന്നുന്നു, അടിപൊളി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോ ഉമ്മ ഇല്ല ഏഷ്യാനെറ്റ് അന്നൊക്കെ അങ്ങനെയാണല്ലോ, ഏഷ്യാനെറ്റ് സീരിയല് കുറെ കരച്ചില് സീരിയല് വിഷമ സീരിയല് 6 മണിക്ക് തുടങ്ങിയ രാത്രി 10 മണി വരെ ഉണ്ടാവുമല്ലോ സീരിയല്. എന്നിട്ട് ഇത് 7 മണിക്കായിരുന്നു ഈ സീരിയൽ. അപ്പോൾ 7 മണിക്ക് ആ സമയത്ത് ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതോ സീരിയലുണ്ട്, അപ്പോൾ അത് വെക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയും. ഞാൻ പറയില്ല ഞാൻ ഇത് കാണട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരുന്ന് എന്നിട്ട് യൂട്യൂബില്ലേ അതിൽ പോയി ഇരുന്ന് കണ്ടൂടെ. ഞാൻ പറയും ഇല്ല ഉമ്മ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല, അതാ ഇതിൽ കാണുന്നതെന്ന് പറയാം. എന്നിട്ട് ഉമ്മച്ചി ഇത് കണ്ട് ഉമ്മാൻ്റെ മൈൻഡിലുണ്ട് ഇയാളുടെ ഫേസ് ഉണ്ടല്ലോ, മുഖം ഉണ്ടല്ലോ. അപ്പോൾ അപ്പം ഉമ്മച്ചി പറഞ്ഞാൽ ഓക്കെ ഫോട്ടോ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ കാണിച്ചപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ മറ്റേ സീരിയലുള്ളല്ലേ പറ്റില്ല, ഒരിക്കലും പറ്റില്ല ഉമ്മ പറഞ്ഞു, തറപ്പിച്ച് പറഞ്ഞു. ഉമ്മ പറഞ്ഞു പറ്റില്ല, എനിക്കിത് പറ്റില്ല, പിന്നെ നിങ്ങൾ എന്താ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഉമ്മ പറഞ്ഞു കഴിഞ്ഞ് ഉമ്മ പറഞ്ഞു ഞാൻ എന്തായാലും അടുത്ത ഞായറാഴ്ച അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപോട്ടെ നിനക്ക് നീ എന്താ ആയിക്കോട്ടെ, പക്ഷെ അവർ കണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. കണ്ട് വീട്ടിൽ വന്ന് ഞാനന്ന് ഇങ്ങനെ പെങ്ങളൊക്കെ വന്ന് റാഫിക്കാരുടെ ഉമ്മ വന്നില്ല, ബാക്കി എല്ലാവരും വന്ന് ഉച്ചയ്ക്ക് വന്ന് കണ്ടു, സംസാരിച്ച് പറ്റില്ല, ചായയൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ, ചായയൊക്കെ കൊണ്ട് കൊടുത്ത് ഇത് ആർക്ക് കൊടുക്കണം ആദ്യം എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമേ റാഫിക്കാക്ക് കൊടുത്ത് ഇങ്ങനെ കറങ്ങി എല്ലാവർക്കും കൊടുത്തു വന്നവിടെ ഇങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞിട്ട് റാഫിക്കാരെ പിന്നെ എൻ്റെ റാഫിക്കാരെ വാപ്പ ഇങ്ങനെ സംസാരിച്ചു. ആ സമയത്ത് റാഫിക്ക പോയി എൻ്റെ ഉമ്മയോട് അടുക്കളയിൽ പോയി സംസാരിച്ചു. ഇങ്ങനെ ഉമ്മ എനിക്ക് അവളെ ഇഷ്ടമാണ്, ഉമ്മക്ക് അറിയാൻ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മക്ക് ഇഷ്ടമായി. അപ്പം ഉമ്മയിൽ വീണ് ഓക്കെ ആയി. സൈക്കോളജിക്ക് എന്താ ചെയ്യാൻ. അത് കഴിഞ്ഞ്